ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എയ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും സാറ്റർഡേയിലെത്തി. സാറ്റർഡേ എത്തുമ്പോൾ നമ്മളെപ്പോഴും ഒരു വ്ളോഗ് സ്ഥിരമാണല്ലോ. അതുകൊണ്ട് എടുക്കാൻ വന്നതല്ല ആക്ച്വലി. ഇന്നിപ്പോൾ നമ്മൾ നാട്ടിൽ പോയില്ല, 2 ആഴ്ചയായിട്ട് നാട്ടിൽ പോയിട്ട്. ഇന്നിപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്നൊരു ചെറിയൊരു ഔട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടായിരുന്നു ഞങ്ങളിന്ന് നാട്ടിൽ പോകാത്തത്. അപ്പം നമ്മൾ ടീം ഔട്ടിംഗ് ആണ്. അത് ഓഫീസിൽ നിന്നുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ച് പേര് പ്ലാൻ ചെയ്ത് പോകുന്നതല്ല, ഓഫീസിൽ നിന്നുള്ള ഔട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് നാട്ടിൽ പോകാത്തത്. അപ്പം ഇന്ന് നമ്മുടെ ഡേ 12 ആണെന്ന് തോന്നുന്നു. ഇന്ന് ഡേ 12 ആണ്. എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോഴാണ് ഏത് ദിവസം എന്ന് മനസ്സിലാവുള്ളൂ. ഡേ 12 ആണ് കേട്ടോ. അപ്പം ഇത്രയും നാളും കറക്റ്റായിട്ടാണോ കാര്യങ്ങളൊക്കെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് റൂട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 100 days ഉണ്ടല്ലോ, അതിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. എനിക്ക് ജിമ്മിൽ നിന്നുള്ള ഡയറ്റൊന്നും കിട്ടിയിട്ടില്ല. തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം ഞാൻ അത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് ചെയ്യാമെന്നാണ് തലവേദന എടുക്കുന്നത് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നിപ്പം സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ ഔട്ടിംഗ് ആണ്. അപ്പോൾ ഇന്ന് അമ്മ നാട്ടിൽ പോയിക്കാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി എന്നാ പറഞ്ഞാൽ. സൂര്യചേട്ടൻ ഇന്ന് പുലാവ് ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മുതിരയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു, പക്ഷെ വേണ്ടാന്നാണ് പറയണേ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മൾ വേഗം പോകണം. ലോങ് വീഡിയോയിൽ എനിക്കറിയില്ല അവിടെ ചെന്ന് എന്തൊക്കെ ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ടാവില്ല, ആൾക്കാരൊന്നും കാണിക്കുന്നുണ്ടാവില്ല. അവർ കംഫർട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഞാൻ സ്ഥലവും പരിസരവും സംഭവങ്ങളൊക്കെ കാണിക്കാനാണ് വിചാരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുത്തത്. ഷോർട്ട് അല്ലാണ്ട് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇപ്പം ഞാൻ വെള്ളം കുടിക്കാതായിരുന്നു. തലവേദന എടുക്കണം. മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് രാവിലെ തന്നെ എനിക്ക്. അപ്പോൾ കുറച്ച് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കട്ടെ. ഇപ്പം ഞാൻ ഫോണിൽ ചാർജ് എടുത്തേ. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കി. ഞാൻ ഷേക്ക് കുടിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൾറെഡി എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഓൾറെഡി അസിഡിറ്റി വന്നിട്ടാണ് ഞാൻ കിടന്നത്. അതിനുള്ള മരുന്നൊക്കെ കുടിച്ചിട്ടാണ് കിടന്നത്. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് തലവേദന ഇപ്പോൾ ഇത്തിരി ബെറ്റർ ആയി തോന്നുന്നു. പക്ഷെ എനിക്ക് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും വിശക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷേക്ക് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പം നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കാം. ഞാൻ നോർമൽ ഉണ്ടാക്കുന്ന ഷേക്കൊക്കെ തന്നെയാണ്. അതിൻ്റെ ചെറിയൊരു എന്താ പറയുക, ഇംപ്രവൈസേഷൻ എന്ന് പറയാം. നമ്മൾ ഡാൻസിനൊക്കെ ഇംപ്രവൈസ് ചെയ്യില്ലേ, അതുപോലെ ചെറിയൊരു ഇംപ്രവൈസേഷൻ ചെയ്തിട്ട് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാം. എനിക്കൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ, പല റെസിപ്പീസും ട്രൈ ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കത് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ടൈം തന്നെ കിട്ടണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇങ്ങനെ ഈ 100 days ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടും എനിക്ക് യാതൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് എന്തായാലും ഞാൻ അത് ഷെയർ ചെയ്യാം. ഒരു നോർമൽ സ്മൂതി ഷേക്ക് എന്നൊക്കെ പറയാം, സ്മൂതി കേട്ടോ. അപ്പൊ നമ്മള് നോർമൽ ചെയ്യുന്ന പോലെ നമുക്ക് ബദാം വേണം. ബദാം ഉണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്തതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അതില്ല, ബദാം ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആൽമണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം. അപ്പൊ ഇതിനകത്ത് ആപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്. ഒരു ഹാഫ് ആപ്പിളും ഒരു റോബസ്റ്റും എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിടാം ആദ്യം. പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഒരു 5 numbers വരെ വേണമെങ്കിൽ ഇടാം. ഭയങ്കര മധുരമാവുന്നുണ്ടെങ്കിൽ ഒരു 3 numbers മതി. ഡിപ്പെൻസ് ഓൺ അവർ ഇൻട്രസ്റ്റ്. അപ്പൊ ഞാനിപ്പോ ഒരു 3 എടുക്കുന്നുള്ളൂ. കാരണം ചെറുതായിട്ട് കുറച്ചൊരു ഹണിയും കൂടെ ഞാൻ മിക്സ് ചെയ്യും. അതുകൊണ്ട് 5 എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര മധുരമായിരിക്കും. എനിക്ക് അത്രയ്ക്ക് മധുരം കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഷുഗർ കട്ടിൽ ഡേറ്റ്സ് ഒന്നും പാടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നോക്കട്ടെ. എനിക്ക് എന്ത് സാധനം ഡയറ്റ് കിട്ടട്ടെ. ഡയറ്റ് കിട്ടുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ്. ഇപ്പൊ നമുക്കിതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അറിയാതെ എല്ലാം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പാട്. അപ്പൊ ഇനി 3 ഡേറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. എപ്പോഴും ഇടുന്ന പോലെ കപ്പലണ്ടിയാണ്. Too much will make too much gas.
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഒരു ഗ്ലാസ് പാല് കേട്ടോ, ഒരു ഗ്ലാസ് പാല് ഒഴിക്കാം. പിന്നെ ഇതിനകത്തേക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഹണി ഒഴിക്കാം. ഹണി അപ്പറ്റൈറ്റിനെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. മധുരത്തിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഹണി എടുക്കണേ. മധുരം ഇപ്പോൾ ഓൾറെഡി ഡേറ്റ്സ് ഇട്ടുകൊണ്ട് മധുരം ഉണ്ടായിരിക്കും, എന്നാലും വേണമെങ്കിൽ ഇടാം. ഞാൻ അപ്പറ്റൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗുണം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഹണി എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്പൂൺ ഹണി കൂടെ ഒഴിക്കാം. ഇത് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിന്റെ ഒന്നല്ല, നമ്മുടെ ഏതൊരു വീട്ടിലുണ്ടാക്കിയ ഹണിയാണ്. അപ്പോ അത്രയൊക്കെ ഒഴിച്ചു. ഇനി നമുക്ക് ബ്ലെൻഡ്. അപ്പൊ നമ്മുടെ സ്മൂത്തിയിലേക്ക് നമുക്ക് കുറച്ച് ചിയാ സീഡും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ചിയാ സീഡ് ഞാൻ ഇതിനു മുമ്പ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചിയാ സീഡ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഒരു 1 സ്പൂണിൽ കൂടുതലൊന്നും യൂസ് ചെയ്ത്. എല്ലാം അങ്ങനെയാണ് കേട്ടോ, അധികമായാൽ അമൃതം വിഷം. അപ്പം നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്ത് ചിയാ സീഡ് കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വണ്ണം കുറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് വണ്ണം കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. വണ്ണം കുറയാൻ നല്ലതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് ചിയാ സീഡ്. അപ്പോൾ അതായത് നമ്മൾ ചിയാ സീഡൊക്കെ ഇട്ട് വെച്ചു. ഇത് ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്താൽ അതങ്ങ് വീർത്ത് വരണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇത് സൂപ്പറാണ്, ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആപ്പിളിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഇറച്ചു നിൽക്കും. ഇപ്പം ബനാന പിന്നെ നമ്മൾ ഈ ബനാന സ്മൂത്തി ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ബനാനന്റെ ടേസ്റ്റ് വലിയ പ്രശ്നം ഉണ്ടാവില്ല കൂടുതലായി പോയാലും. എന്തായാലും ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ട്, ഡേറ്റ്സ് മധുരം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ബനാന ആപ്പിൾ ഡേറ്റ്സ് സ്മൂത്തി അതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാനിത് ഇപ്പം തന്നെ അങ്ങ് കഴിക്കാൻ പോവാം. എനിക്ക് തലവേദന അങ്ങോട്ട് മുഴുവൻ മാറിയിട്ടില്ല. അപ്പം എനിക്കൊരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് പോണേക്കുമ്പോൾ അത് മാറണമെങ്കിൽ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും ആവശ്യമുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തലവേദനയായിരിക്കും. അപ്പം നമുക്ക് മരുന്ന് കഴിക്കാൻ നിവൃത്തിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഇത് കഴിക്കാൻ എന്നിട്ട് കുളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. അത് നല്ലല്ലേ, ടാബ്ലറ്റ് കഴിച്ച് കുറച്ച് സമയം എടുക്കും മാറണമെങ്കിൽ. ഇത് കഴിക്കട്ടെ കേട്ടോ. ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഓഫീസിൽ നിന്ന് ഒരു ഔട്ടിംഗ് ഉണ്ട് കേട്ടോ, ടീം ഔട്ടിംഗ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ കൊണ്ടായി ലിപ്പ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ പോയത്. ഞങ്ങളിത് കൊണ്ടായി ലിപ്പിൽ ഇരിക്കുകയാണ്. അവിടെ ഒരാൾ അതൊരു 10K ഫോളോവേഴ്സ് ഉള്ള ഒരു ഫോക്കസ് ആവണില്ല. അതെ, അങ്ങനെ ചെയ്ത് നോക്കി, ചിലപ്പോ നീ വിജയിച്ചു. അപ്പൊ ഞങ്ങള് ഒരു റീലൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അവളെങ്ങനെ സംസാരിക്കാൻ വെച്ചാൽ അതുപോലെ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ വരുന്നുള്ളൂ ഗൈസ്. എന്താന്ന് അറിയുന്നില്ല ഗൈസ്. അപ്പൊ ഞങ്ങളിതേ കണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിന് മുമ്പായിട്ട് ഒരു ബോട്ടിങ്ങിന് പോയിട്ടോ. അത് അവരുടെ പാക്കേജിനകത്ത് ഉള്ളത് തന്നെയാണ്. ഒരു 1 hour ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് കുറച്ച് ദൂരം ആ കായലിൽ കുറച്ച് ദൂരം ബോട്ടിൽ ഇങ്ങനെ പോവാം. നോർമൽ ബോട്ടിങ്, ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല, സാധാരണ പോലെ പോവുക വരിക, അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല ഇട്ടിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ബോട്ടും കൊണ്ട് ചെല്ലുമ്പോൾ അവരതങ്ങനെ പൊക്കി കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കണേന്ന് തോന്നുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന വീട് വരെ, ഇത് കുമ്പളങ്ങി നൈറ്റ്സിലെ ആ വീടില്ലേ, ചിരാതുകൾ സോങ് ഒക്കെ ഉള്ള സമയത്തുള്ള ആ വീടില്ലേ, ആ വീടാണ്. അത് അവർ സെറ്റ് ഇട്ടതാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് വരെയാണ് നമ്മൾ കൊണ്ടുപോകുക. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അത് കഴിഞ്ഞ് ലഞ്ച് ടൈം ആയിട്ട് ഞാൻ നോർമൽ ഫുഡ് തന്നെയാണ് കഴിച്ചത്. ചോറും സാമ്പാറും തോരനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കയാക്കിങ്ങിന് പോയി. ഇതും അവരുടെ പാക്കേജിനകത്തുള്ളതാണ്. അവിടുത്തെ ആക്ടിവിറ്റികളൊക്കെയാണ്. അപ്പോൾ കയാക്കിങ്, പെഡൽ ബോട്ട്, പിന്നെ നോർമൽ നോർമൽ ആൾക്കാർ തുഴയണ വഞ്ചിയില്ല, അതൊക്കെയാണുള്ളത്. അതൊക്കെ നമുക്ക് ചെയ്യാം, ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്കതൊക്കെ ചെയ്യാം. അത് അല്ലാന്നുണ്ടെങ്കിൽ പൂളിൽ ഇറങ്ങാം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു 1 day ട്രിപ്പിൻ്റെ 1 day പാക്കേജിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾക്ക് ഒരു റൂമും ഉണ്ടായിരിക്കും, പിന്നെ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. ലഞ്ച് ഉണ്ട്, സ്നാക്ക് ഉണ്ട്, വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് നമ്മൾ ആ റിസോർട്ടിലേക്ക് വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഞ്ചിയിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ട്രാവലറിൽ കൊണ്ടാകും. അങ്ങനെ ഞാൻ അത് തിരിച്ച് എത്തി. രാത്രി
രാത്രി സൂര്യചേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള പുലാവ് ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പനീർ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലഞ്ചല്ലല്ലോ ഡിന്നറല്ലേ, രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞു എല്ലാവരും ഓരോ സ്ഥലത്ത് സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ടാറ്റാ.